ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് സംസാരിക്കാനായി പോകുന്നത് ഡിപ്രഷൻ സെനാരിയോയെക്കുറിച്ചാണ്. മെൻ്റൽ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ പറയുന്നത് ലോകത്തിൻ്റെ ജനസംഖ്യയിൽ 280 മില്യൺ ആളുകൾ ഡിപ്രഷൻ ബാധിച്ച് ജീവിക്കുന്നവരാണ് എന്നാണ്. അത് എന്തൊരു വലിയ സംഖ്യയാണെന്ന് നാം ചിന്തിക്കണം. മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിൽ സാധാരണയായി കാണുന്ന ഒരു രോഗാവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ സാഡ്നെസ് ആണ്. കോമൺ സാഡ്നെസ് അല്ല. കോമൺ സാഡ്നെസ് ഷോർട്ട് ടേം ആണ്. ആ സാഡ്നെസ്സിന് ഒരു ദുഃഖ കാരണമുണ്ടാകുന്നു. ഒരു കാരണത്തോടു കൂടെയാണ് സാഡ്നെസ് അനുഭവപ്പെടുക. അത് വളരെ ഷോർട്ട് ടേം ആയിരിക്കും. ദിവസങ്ങൾ കഴിയും തോറും അതിൻ്റെ തീവ്രത കുറഞ്ഞ് ദുഃഖം ഇല്ലാതായി തീരുന്ന ഒരവസ്ഥയിലോട്ട് പോകും. എന്നാൽ ഡിപ്രഷൻ്റെ കാര്യത്തിൽ സാഡ്നെസ്സിന് ഒരു കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ കാരണം പറയാനില്ല. എന്നാൽ അത് ലോങ് ടേം ആണ്. ദിവസങ്ങൾ കഴിയും തോറും ഈ വ്യക്തി ഫങ്ഷണബിൾ അല്ലാത്ത രീതിയിലും അവരുടെ എൻവയോൺമെൻറ്റുമായിട്ട് അഡാപ്റ്റബിൾ അല്ലാത്ത രീതിയിലും മുന്നേറിക്കൊണ്ടേയിരിക്കും. അവർക്കും അവരുടെ ചുറ്റുമുള്ളവരും വളരെയേറെ സഫർ ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. ഡിപ്രഷൻ ബാധിക്കുന്നത് ഒരാളുടെ ഇമോഷൻ, കൊഗ്നിഷൻ, ബിഹേവിയർ എന്നിവയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തികൾക്ക് ഫങ്ഷൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡിപ്രഷൻ പൊതുവായി കാണപ്പെടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് സാഡ്നെസ്, ഈസി ഫെറ്റിഗബിലിറ്റി, ലോസ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ 3 കാര്യങ്ങളും ഒരുമിച്ചുണ്ടെങ്കിൽ അത് ഡിപ്രഷൻ ആണെന്ന് നമുക്ക് സംശയിക്കാം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അത് ഡയഗ്നോസ് ചെയ്താൽ നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മുന്നോട്ട് പോയി ജീവിതം വിജയത്തിൽ എത്തിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്ത്യൻ ജനസംഖ്യ നമ്മൾ എടുക്കുകയാണെങ്കിൽ 145 കോടി ജനങ്ങളുണ്ട്. അതിൻ്റെ 2.7% ഡിപ്രഷൻ ബാധിച്ചവരാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. കണക്കുകൾ എന്ന് പറഞ്ഞാൽ അത് പലവിധമായ സ്റ്റഡി നടത്തി കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ 145 കോടിയുടെ 2.7% എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സംഖ്യയാണ്. നമ്മുടെ പോപ്പുലേഷൻ ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ നാം 1ാം സ്ഥാനത്താണ്. ഭീമമായ ഒരു ജനസംഖ്യ ഉള്ള ഈ രാജ്യത്ത് ഇത്രയേറെ ജനങ്ങൾ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എക്കണോമിയെയും നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തെയും നമ്മുടെ സോഷ്യൽ ലൈഫിനെയും എല്ലാം വളരെയേറെ ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥയെടുത്താൽ 100-ൽ 5 പേർ ഡിപ്രഷൻ ബാധിതരായി ജീവിക്കുന്നു എന്നാണ്. അതായത് 5%. ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്പ് എടുത്താൽ അത് 85%. 85% ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ 100 പേര് ഡിപ്രഷൻ ബാധിച്ചവരുണ്ടെങ്കിൽ അവരിൽ 85 പേരും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നില്ല. 15 പേർ മാത്രമാണ് യഥാർത്ഥമായ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറിലൂടെ പോകുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മുടെ
ജനസംഖ്യയുടെ 3.6 കോടി ആൾക്കാർക്ക് ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അതിൽ 3 കോടി ആൾക്കാരും ഏതൊരു വിധമായ ട്രീറ്റ്മെൻറ്റും എടുക്കാതെ ഈ ഭാരവും വഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നു. അവരും പ്രൊഡക്റ്റീവല്ല, അവർക്ക് ചുറ്റുമുള്ളവരെയും പ്രൊഡക്റ്റീവ് ആകുവാൻ അവരനുവദിക്കുകയുമില്ല. എത്ര തീവ്രമായ അവസ്ഥയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നാം ബോധവാന്മാരാകണം. നമ്മളിലുള്ള ആർക്കെങ്കിലുമോ, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലുമോ ഇങ്ങനെയുള്ളൊരവസ്ഥയുണ്ടെങ്കിൽ നമ്മളൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും നമ്മുടെ ജീവിതം സന്തോഷപ്രദമാക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാരണമാണ്. ഡിപ്രഷൻ്റെ അവയർനെസ്സിന് വേണ്ടിയിട്ട് 2017 WHO വേൾഡ് വൈഡായിട്ട് ക്യാമ്പയിൻ നടത്തി. അതിൻ്റെ സ്ലോഗൻ ഡിപ്രഷൻ ലെറ്റ്സ് സ്റ്റാർട്ട് എന്നതാണ്. ലോക ജനസംഖ്യയിൽ ഡിപ്രഷനെ കുറിച്ചുള്ള അവബോധമുണ്ടാക്കുവാൻ, ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവരെ ട്രീറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുവരുവാനും വേണ്ടിയിട്ടാണ് 2017 ഇതിനു വേണ്ടി മാറ്റി WHO വെച്ചതെന്ന്. ഒത്തിരി സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ ആ സമയത്ത് നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഡിപ്രഷൻ എന്നുള്ള വേർഡ് കടന്നു വരാറുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ നാം കൃത്യമായിട്ട് കൺസൾട്ടേഷൻ എടുത്ത് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ അത് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്കും എല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇന്ന് ഡിപ്രഷൻ പേഷ്യൻറ്റിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിലല്ല. സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവർ എത്താറില്ല എന്നുള്ളതാണ് സത്യം. ഇവർ കറങ്ങി നടക്കുന്നത് കാർഡിയോളജി, നെഫ്രോളജി, ഗ്യാസ്ട്രോഎൻട്രോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, എൻഡോക്രൈനോളജി, ഗൈനക്കോളജി, ഇങ്ങനെയുള്ള മെയിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവരിങ്ങനെ കറങ്ങി നടക്കുകയാണ്. അതായത് ഇത് ബാധിക്കുന്നത് ഇമോഷനെയും കൊഗ്നിഷനെയും ബിഹേവിയറിനെയും ആയത് കാരണം ചിന്താ വൈകല്യങ്ങൾ വന്നു ചേരുകയും ഇമോഷൻ എപ്പോഴും വേദനയും പ്രയാസവും സങ്കടവും നിസ്സഹായതയും ആയിത്തീരുകയും ചെയ്യുന്നത് കാരണം ഞാൻ എപ്പോഴും രോഗിയാണ് എന്നുള്ള ഒരു ഫീലിംഗ് അവരിൽ വന്നു ചേരും. മൂവ്മെൻറ്റ് നന്നേ കുറയും, ബോഡിക്ക് ഒട്ടുമേ മൂവ്മെൻറ്റ് വരില്ല. ഇവരെപ്പോഴും ചടഞ്ഞുകൂടി ഒരിടത്ത് ഇരിക്കുന്നത് കാരണം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നീർക്കെട്ട്, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും, പെയിൻ വരും. അപ്പോൾ ഓരോ ഭാഗത്തും ഓരോരോ ബുദ്ധിമുട്ട് വരുമ്പോൾ ഓരോരോ ഡോക്ടറെ കാണിക്കാൻ പോകും. ആ ഡോക്ടർ കുറച്ച് മെഡിസിനൊക്കെ കൊടുക്കും. ചിലപ്പോൾ അത് കൃത്യമായിട്ട് കഴിച്ചെന്ന് വരും, അല്ലെങ്കിൽ കഴിച്ചില്ലെന്ന് വരും. ഒരാളെടുത്ത് പോയി അതിനൊരു പരിഹാരം കിട്ടാതെ വരുമ്പോൾ ഒരാളെടുത്ത് പോകും. ഇനി ഏതെങ്കിലും ഒരു ഡോക്ടർ ഇതൊരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ്, സൈക്കോസൊമാറ്റിക് എന്നൊക്കെ പറയാറുണ്ട്, ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് റെഫറൽ കൊടുത്താൽ പോലും സൈക്യാട്രി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാറില്ല. അത് പേടിയാണ്. എനിക്കെന്ത് പ്രശ്നം എന്ന് എൻ്റെ അടുത്ത് തെറാപ്പിക്കായിട്ട് കടന്നു വന്ന ഒരു വ്യക്തി, അവരെ ട്രീറ്റ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറയുകയാണ്, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് ഇത്രയും വലിയ ശാരീരിക പ്രശ്നങ്ങൾ വരുമെന്നും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല മാഡം എന്നാണ്. അതായത്
ഇങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്റുകൾ കയറി ഇറങ്ങി ന്യൂറോയിൽ നിന്ന് സൈക്യാട്രിയിലോട്ട് റെഫർ ചെയ്തതാണ്. സൈക്യാട്രിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊപ്പമാണ് കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പിക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. ഈ ഒരു അവസ്ഥയിൽ ഇവരെ ഈ ദുഃഖത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് തെറാപ്പിയിലൂടെ പിടിച്ച് കരകയറ്റി വരിക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. വളരെയേറെ വിഷമം. അവരെ പോലെ സഫർ ചെയ്യും തെറാപ്പിസ്റ്റായ നമ്മളും. എന്നാൽ അവർ തെറാപ്പി സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് മുന്നിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷമില്ലേ, അവരുടെ ഫാമിലി അനുഭവിക്കുന്ന ആ ഒരു ആശ്വാസമില്ലേ, അത് വീണ്ടും എനിക്ക് ധൈര്യം നൽകും ഇങ്ങനെയുള്ളവർക്ക് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും കൊടുക്കുവാനായി. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് ചുറ്റും ആരെങ്കിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ നല്ലൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് അവർക്ക് കൊടുക്കണം. അവരെ നിങ്ങൾ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സഹായിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. ബൈ ബൈ.